ഒരു ഗ്രൂപ്പിനും പ്രോത്സാഹിപ്പിക്കും. ഒറ്റ ഗ്രൂപ്പ് മതി ലീഗിൽ. സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നേതൃത്വം നൽകുന്ന ഗ്രൂപ്പ്. അതിനപ്പുറം ഒരു തെരീക്കത്തിന്റെ ഇമാമമാര് നമുക്ക് ആവശ്യമില്ല ഒരു ജില്ലയിലും. എന്തിനാ ഇത്ര ഈ മുരീദന്മാരായി നടക്കുന്നത്? എന്തിനാ അതിന്റെ ആവശ്യം? നേരിട്ട് പടത്തോട് പറഞ്ഞാൽ പോലെ. ഞാനതില്ല. PMA സലാം പാർട്ടിയിലെ ചില ഗ്രൂപ്പ് നേതാക്കളെയും വിഷയങ്ങളെയും പരാമർശിക്കുന്നതിൻ്റെ ഇടയിൽ ആദരണീയരായ സ്വാദിഖ് അലി ശിഹാബ് തങ്ങളെ നേരിട്ട് ബന്ധപ്പെട്ടാൽ മതിയെന്നും ഗ്രൂപ്പ് നേതാക്കളെ ഇടയാളന്മാരാക്കരുതെന്നും പറഞ്ഞു. ഇതിനു വേണ്ടി അദ്ദേഹം ഒരു ഉദാഹരണം കൊണ്ടുവന്നു. ആ ഉദാഹരണം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഒരു പണ്ഡിതനും അംഗീകരിക്കാത്തതുമാണ്. PMA സലാമിന് തന്നെയും ആ ഉദാഹരണം കൊണ്ടുവന്നത് ശരിയായിട്ടില്ലെന്ന് പിന്നീട് ബോധ്യപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സ്വാദിഖ് അലി ശിഹാബ് തങ്ങളെ അള്ളാഹുവിനോട് ഉപമിക്കുന്നതും ഗ്രൂപ്പ് നേതാക്കളെ ഇമാമിങ്ങളോട് ഉപമിക്കുന്നതുമായ ഒരു പരാമർശം അതിലുണ്ടായിരുന്നു. ഈ ഒരു സന്ദർഭം മുതലെടുത്തുകൊണ്ട് ചുഴലി മൗലവി PMA സലാമിന് ഒരു ഉപദേശം നൽകുകയും അദ്ദേഹം ചില കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട്. അതാണ് നമ്മളിന്ന് വിഷയമായിട്ടെടുക്കുന്നത്. ചുഴലി മൗലവിയുടെ PMA സലാമിനോടുള്ള ഉപദേശം നമുക്ക് കേൾക്കാം. PMA സലാമിനോട് നമുക്ക് പറയാനുള്ള അപേക്ഷ, ഒരുപക്ഷെ നിങ്ങൾക്ക് ലീഗ് നഷ്ടപ്പെട്ടെന്ന് വരാം. അതേസമയത്ത് നൂറ്റാണ്ടിന്റെ ഏറ്റവും വലിയ സംഭവമാണ് നിങ്ങൾ ചെയ്തത്. ഞങ്ങളെപ്പോലെയുള്ള 100 പണ്ഡിതന്മാര് 100 സ്റ്റേജിൽ പ്രസംഗിക്കുന്നതിന് പകരമാണ് നിങ്ങളുടെ ആ ഒരു വാക്ക്. അത് മതി. അള്ളാഹുവിന്റെ മുമ്പിൽ നിങ്ങൾ രാജാവാൻ ദുനിയാവിൽ എന്ത് നഷ്ടപ്പെട്ടാലും അത് നിലനിർത്തിക്കൊള്ളുക. ഇത് നമ്മുടെ വക ഒരു ഉപദേശമാണ്. വന്യരായ തങ്ങളെ അള്ളാഹുവിനോട് ഉപമിച്ചത് മഹാനായ തങ്ങൾ ഒരിക്കലും അംഗീകരിക്കില്ലെന്ന് ഉറപ്പാണ്. ഗ്രൂപ്പ് നേതാക്കളെ ഇമാമിങ്ങളോട് ഉപമിച്ചതും മറ്റൊരു അബദ്ധമാണ്. അള്ളാഹുവിലേക്ക് ഇടയാളൻ വേണ്ട എന്ന ആശയം PMA സലാമിൽ വന്ന ഒരബദ്ധം കൂടിയാണ്. ഈ അബദ്ധങ്ങൾക്ക് അംഗീകാരം നൽകുകയും ലീഗിൽ നിന്ന് സലാമിനെ ചാടിക്കാനും സ്വർഗത്തിലെ രാജാവായി പ്രഖ്യാപിക്കാനുള്ള ഒരു പൗരോഹിത്യമാണ് ചുഴലി മൗലവിയിൽ നിന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ബഹുമാനപ്പെട്ട സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ അടക്കമുള്ള ഖാലിമാരും ആലിമീങ്ങളും ഒക്കെ അബൂജഹലും അബൂലഹുമാണെന്നാണ് ചുഴലിയുടെ അടുത്ത വാചകം. അതിന് ശുദ്ധ നുണ ഖാലിമാരുടെ പേരിൽ ആരോപിക്കുക കൂടി ചെയ്യുകയാണ് ചുഴലി മൗലവി ചെയ്യുന്നത്. നമുക്കത് കേൾക്കാം. ഇന്നത്തെ അബൂജഹലുമാരോട്, പള്ളിയിലെ ഖാദിമാരോട്, ഖാദിയാകുന്ന അബൂജഹലോട്, മുദരിസാകുന്ന ഉത്ബത്തോട്, ഇമാമാകുന്ന ഷൈബത്തോട്, അതേപോലെ തന്നെ പള്ളിയിലെ ഇമാമാകുന്ന പള്ളിയിലെ മുദരിസാകുന്ന അബൂലഹബോട് ചോദിച്ചാൽ അവര് പറയും മുദബ്ബിർ CM ആണ് എന്ന്. മുദബ്ബിർ എന്ന് പറഞ്ഞാൽ അതൊരു അറബി വാചകമാണ്. നിയന്ത്രിക്കുന്നത്, നിയന്ത്രിക്കുന്നവൻ എന്നൊക്കെയാണ് അതിനർത്ഥം. സർവരും നിയന്ത്രിക്കുന്നത് ആരാണെന്ന് ഖാലിമാരോടും ഇമാമിങ്ങളോടും ഉസ്താദുമാരോടൊക്കെ ചോദിച്ചാൽ അള്ളാഹുവിനെ കൂടാതെ CM വലിയുല്ലാഹിയാണ് നിയന്ത്രിക്കുന്നതെന്ന് പറയും പോലും. അതുകൊണ്ട് ഇവരൊക്കെ അബൂജഹലും അബൂലഹുവുമായ മുശ്രിക്കുകളാണെന്നാണ് മൗലവി പറഞ്ഞു വെക്കുന്നത്. ഇത് കുറച്ചു കാലമായി വിഷയത്തിൽ നിന്ന് തെന്നിമാറി മുഖ്യധാര മുസ്ലിമീങ്ങളെ മുശ്രിക്കായി പ്രഖ്യാപിക്കാനും അബൂജഹലിനെ വെളുപ്പിക്കാനും മൗലവിമാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ശുദ്ധ നുണയാണെന്ന് സമസ്തയുടെ ഉലമാക്കളെ കേൾക്കുന്ന എല്ലാവർക്കും അറിയാൻ കഴിയും. സമസ്ത സെക്രട്ടറിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇടയാളനായി കാണുന്നതിനെ വിമർശിക്കുന്നവരുമായി നിരന്തരം സംവാദത്തിലേർപ്പെട്ട പേരോട് ഉസ്താദിൻ്റെ വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാം. യഥാർത്ഥത്തിൽ മുദബ്ബിർ അഥവാ സർവ്വതും നിയന്ത്രിക്കുന്നവൻ ആരാണ് എന്ന് ഉസ്താദ് പറയുന്നത് നമുക്ക് കേൾക്കാം. എല്ലാം നിയന്ത്രിക്കുന്നവൻ അല്ലാഹുവാണ്. നിയന്ത്രിക്കുന്നവരെ നിയന്ത്രിക്കുന്നവനും അല്ലാഹുവാണ്. പ്ലെയിന് നിയന്ത്രിക്കുന്ന പൈലറ്റുണ്ട്, കാറ് നിയന്ത്രിക്കുന്ന ഡ്രൈവറുണ്ട്. അവരെയും കൂടി നിയന്ത്രിക്കുന്നവൻ അല്ലാഹുവാണ്. ജിബ്രീൽ അലൈഹിസ്സലാമിനെ നിയന്ത്രിക്കുന്നതാരാണ്? മീകായിൽ അലൈഹിസ്സലാമിനെ നിയന്ത്രിക്കുന്നതാരാണ്? അത് അല്ലാഹുവാണ്. ഇതുപോലെ അമ്പിയാക്കൾക്ക് ചില നിയന്ത്രണങ്ങളുണ്ട്, ഔലിയാക്കൾക്ക് ചില നിയന്ത്രണങ്ങളുണ്ട്. അതെ, അതുകൊണ്ടല്ലേ മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു വൽ മുദബ്ബിറാത്തി അംറാ, കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവരെ തന്നെയാണ് സത്യമെന്ന് സത്യം ചെയ്തു ഖുർആനിൽ. ആ ഖുർആനിലെ സത്യം വിവരിച്ചുകൊണ്ട് ഇമാം റാസി റളിയല്ലാഹു അൻഹു ഒരുപാട് തഫ്സീർ പറഞ്ഞു.
അതിൽപ്പെട്ടതാണ്. അതുകൊണ്ട് പ്രധാനമായും ഉദ്ദേശം മലക്കുകളാണെന്നൊരു തഫ്സീർ. വേറെ ഒരു തഫ്സീർ സുബ്ഹാനല്ലാഹ്, സൂര്യൻ, ചന്ദ്രൻ തുടങ്ങിയ കുറേ നക്ഷത്രങ്ങളില്ലേ, ആ നക്ഷത്രങ്ങളാണ് അതുകൊണ്ട് ഉദ്ദേശമെന്ന് തഫ്സീറുണ്ട്. ഇതുപോലെ തന്നെ അർവാഹുൽ മുഅ്മിനീൻ, ഔലിയാക്കളെ ആത്മാക്കളാണ് ആ നിയന്ത്രിക്കുന്നവരെന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശമെന്ന് പറഞ്ഞ തഫ്സീറും ഇമാം റാസി ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം റാസി അവസാനം ആ തഫ്സീറിൽ തന്നെ പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് തഫ്സീറുകൾ പറയാൻ സാധ്യതയുള്ള ഒരായത്താണിത്. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, പഴയ കാലത്തൊക്കെ വസൂരി എന്ന് പറയുന്ന രോഗം വ്യാപകമായിരുന്നു. ആ വസൂരിയെ നിയന്ത്രിച്ച കുത്തിവെപ്പുണ്ട്. അതുപോലെ പല മാറാരോഗങ്ങളും പഴയ കാലത്ത് വിപുലമായി ഉണ്ടായിരുന്നു. അതിനെ നിയന്ത്രിക്കുന്ന മരുന്നുകളുണ്ട്. അതിനർത്ഥം ആ മരുന്നാണ് രോഗം യഥാർത്ഥത്തിൽ നിയന്ത്രിക്കുന്നതെന്നല്ല. മരുന്നല്ല, പടച്ചവനാണ് യഥാർത്ഥത്തിൽ നിയന്ത്രിക്കുന്നത്. എല്ലാ നിയന്ത്രിക്കുന്നവനെയും നിയന്ത്രിക്കുന്ന, ലോകം മുഴുക്ക നിയന്ത്രിക്കുന്നവൻ അതാണല്ലോ അല്ലാഹ്. മുദബ്ബിറു ജമീൽ ഹാദിസാത്ത്, സർവ സൃഷ്ടികളെയും നിയന്ത്രിക്കുന്നവൻ. ആകാശങ്ങളും ഭൂമികളും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും നിയന്ത്രിക്കുന്ന മലക്കുകളെയും നിയന്ത്രിക്കുന്ന ഔലിയാക്കളെയും നിയന്ത്രിക്കുന്ന നക്ഷത്രങ്ങളെയും നിയന്ത്രിക്കുന്ന മലക്കുകളെയും നിയന്ത്രിക്കുന്ന ഔലിയാക്കളെയും അമ്പിയാക്കളെയും, അങ്ങനെ സർവ സൃഷ്ടികളെയും നിയന്ത്രിക്കുന്നവനാണ് അല്ലാഹ്. അവന്റെ നിയന്ത്രണത്തിന് വിധേയമായിട്ടല്ലാതെ ഒരു ചെറുതോ വലുതോ നിയന്ത്രിക്കുന്ന ഒന്നുമില്ല. അത് യഥാർത്ഥത്തിൽ മുദബ്ബിർ അള്ളാഹു മാത്രമാണെന്നും മഹാന്മാരുടെയും മലക്കുകളുടെയും തദ്ബീർ അഥവാ നിയന്ത്രണം അവർ നിമിത്തങ്ങളും കാരണങ്ങളുമാകലാണെന്നും നമുക്ക് മനസ്സിലായി. മൗലവി പറയുന്നത്, ആകാശഭൂമികളെ നിയന്ത്രിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അബൂജഹൽ പറഞ്ഞിരുന്നത് അള്ളാഹ് എന്നായിരുന്നു. ഉസ്താദുമാരും പറയുന്നത് അള്ളാഹു മാത്രമാണെന്ന് നമുക്ക് ബോധ്യമായി. ഇതിൻ്റെ പേരിലാണോ ഖാലിമാരെയൊക്കെ ഇദ്ദേഹം അബൂജഹലാക്കിയത്? ഇനി ഈ മൗലവിയുടെ വലിയൊരു തമാശ നമുക്ക് കേൾക്കാം. ഒരു പ്രാവശ്യം ഒരു ഡോക്ടറെ കണ്ടു. പിന്നീട് അതേ ഡോക്ടറെ പിന്നീട് കണ്ടാൽ ആ കാണുന്നവൻ മുശ്രിക്കാണ്, അബൂജഹലാണെന്ന് പറയുന്ന ആളാണ് ഇദ്ദേഹം. നമുക്ക് ആ വീഡിയോ കേൾക്കാം. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, നമ്മൾ ഡോക്ടറെ അടുത്ത് പോവും, ഡോക്ടർ മരുന്ന് തരും, സൂക്കേട് 3 ദിവസം കൊണ്ട് മാറും. പിറ്റേത്തെ മാസം സൂക്കേട് വന്നാൽ അപ്പം തന്നെ അതേ ഡോക്ടറത്തേക്ക് പോവും. അതിനൊക്കെ വലിയ ശിർക്ക് വരെന്താ? ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു കല്യാണത്തിന് പോയി. അന്ന് നമ്മളൊരു ഓട്ടോക്കാരനെ വിളിച്ചു. കല്യാണ വീട്ടിലേക്ക് വളരെ സുരക്ഷിതമായിട്ട് അദ്ദേഹം ഡ്രോപ്പ് ചെയ്തു തന്നു. പിന്നീട് അടുത്ത ആഴ്ച വീണ്ടും വേറൊരു കല്യാണം ഉണ്ടായി. ആ സമയത്ത് നമ്മൾ അതേ ഓട്ടോക്കാരനെ തന്നെ വിളിച്ചു. കല്യാണത്തിന് പോയി സുരക്ഷിതമായിട്ട് നമ്മൾ ആ കല്യാണ വീട്ടിലേക്ക് എത്തുന്നു. സുരക്ഷ നൽകുന്നവൻ അള്ളാഹു മാത്രമാണ്. അപ്പോൾ ഈ ഓട്ടോക്കാരനെ വിളിച്ചവൻ ആരായി? അബൂജഹലായി, മുശ്രിക്കായി. ഉച്ചക്ക് പച്ചവെള്ളം കുടിച്ചു, ദാഹം മാറ്റി. രാത്രി വീണ്ടും ദാഹമുണ്ടായി, പച്ചവെള്ളം തന്നെ വീണ്ടും കുടിച്ചു, ദാഹം മാറ്റി. അദ്ദേഹം മുശ്രിക്കായി, അബൂലഹബായി. കാരണം ദാഹം മാറ്റുന്നവൻ അള്ളാഹു മാത്രമേ ഉള്ളൂ. അങ്ങനെ വരൂലേ? ശിർക്ക് എന്താണെന്നോ തൗഹീദ് എന്താണെന്നോ അറിയാതെ എന്തൊക്കെയോ തോന്നുന്നത് വിളിച്ചു പറഞ്ഞിട്ട് ആ സംസാരമൊക്കെ നമ്മൾ കേട്ടിട്ട് നമ്മുടെ ആഖിറം നമ്മൾ നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.